സൗന്ദർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻപക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനൂറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിനി ഉണ്ണിക്കു കാതിൽ കുടക്കടുക്കം. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു അങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് ആക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടി മാമു കൊടുക്കുന്നു അങ്ങേരി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാലും കേരളിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് ഉടനെ പൂന്തുട കട്ടിയുറക്കിയിട്ടു ചാഞ്ഞുമയക്കുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതു ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിരയും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലും ഒളിനെയും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിരിതാ ഞാൻ കളവൂ, കാട്ടിരിതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ. അതങ്ങനെ പറഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ എന്നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി
വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല. നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീട്ടി കളിക്കും പരവീനല്ല നീളവേ നിശ്ചലം നിന്നുപോയി. കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൂമരച്ചോട്ടിൽ ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേങ്ങലുകൾ പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു എന്നോ? പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാനങ്ങിനെ നിന്നാളമ്മ. കാത്തിൻ ചുഴലിയായി ചെന്നു ഭൂതം കുട്ടി കണക്കന്നു നിന്നാളമ്മ. കാത്തുതിയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെ കെടുത്താളമ്മ. ഹരിയായും ഹരിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂതം എന്താ ചെയ്തേ? പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെൻ്റെ പൊന്നോമന അതിനെ തരികണ്ടേ ഭൂതമേ. അമ്മയ്ക്കിപ്പോ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിധി എടുത്തു. തെച്ചിക്കോലു പറിച്ചു ഭൂതം ചേലുടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാൻപോടടുക്കേ നോടി ഭൂതം. അമ്മയെടുത്തി തുമ്മ കൊടുത്തി തഞ്ചിതമോദം മൂക്കാവിഞ്ചൽ തടകി തടകി പുല്ലിയവാലെ പേരി തൊന്നെന്നോദിയേറ്റാൻ തെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു കൊട്ടപ്പൂതമിതെന്നു കയത്താൻ പാവം കൊണ്ടു വിറക്കേ കൊടിയൊരു ശാപത്തിന്നവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂതം എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ? ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടി
കടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ തൊഴുതു വിറച്ചേ നിന്നു ഭൂതം ഒറ്റുമടങ്ങിയടങ്ങി ഭൂതം ഉണ്ണിയെ കിട്ടിയില്ലേ അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞി തെങ്ങടി കണ്ടമുണങ്ങി പൂക്കും കാലം കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുറുകം ചേർക്കാൻ ഞങ്ങളെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമകങ്ങി തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലി പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാ കൊണ്ടും ഉണ്ണി അന്വേഷിച്ച് വരണതാ ഭൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. ഇന്നു 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 നമ്മുടെ സമൂഹത്തിൽ കാർന്നതിനുള്ള ഭൂതമായി ലഹരി പല വിധത്തിൽ അവതരിച്ചിരിക്കുന്നു. ഉണ്ണികളെ തേടി സ്നേഹിച്ചും